മോളെ എവിടെയാ താമസം എന്ന് പറഞ്ഞു? ആഹാ, ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? നമ്പർ 25 3rd സ്ട്രീറ്റ് ഗിരിനഗർ. അതല്ല, ആരുടെ കൂടെയാ താമസിക്കുന്നതെന്ന്. എന്റെ മമ്മിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ഒപ്പ. ആർട്സ് കോളേജിൽ പ്രൊഫസറാ. പപ്പയും മമ്മിയും സ്റ്റേറ്റ്സിലേക്ക് പോയപ്പോ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാ. പ്രീ ഡിഗ്രി മുതൽ ഞാൻ ടീച്ചറുടെ കൂടെ. ടീച്ചറിനാ ഞാൻ വിളിക്കുക, പക്ഷേ മമ്മിയേക്കാൾ എനിക്ക് അടുപ്പം ടീച്ചറോടാ. പവി, ആ സൈഡിലേക്ക് നിർത്തിക്കേ, ഞാൻ ഇവിടെ നിൽക്കണം. അച്ഛനെ ഞാൻ കടയിൽ ഡ്രോപ്പ് ചെയ്യാം. അതിന് റൗണ്ട് മുഴുവൻ ചുറ്റണ്ടേ? ഇവിടെ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നീ മോളെ കൊണ്ട് വിട്ടിട്ട് വാ. മറക്കണ്ട, അച്ഛനൊരു ദിവസം വീട്ടിലേക്ക് വരണം. നമ്പർ 25 3rd സ്ട്രീറ്റ് ഗിരിനഗർ. ഗിരിനഗർ. ഒരു ദിവസം വിളിച്ചു പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ്. ശരി അച്ഛാ, ശരി. ബൈ. ഒന്ന് കയറിയിട്ട് പോകാൻ പോയി. ഓക്കേ. ആരാ പാടുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ടീച്ചറെ പറ്റി? ആർട്സ് കോളേജിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന. ഓ, പണ്ട് ഞാൻ ടീച്ചറുടെ കൂടെ ഒന്ന് എഞ്ചിനീയറിംഗിന് പഠിച്ചത്. പിന്നെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയപ്പോ ടീച്ചർക്ക് അത് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ ടീച്ചറെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? ഏയ്, അതൊക്കെ അന്നേ മറന്ന കാര്യല്ലേ. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. വരൂ. ടീച്ചർ, ഇതാരാ വന്നേ നോക്കിയേ. ഞാൻ വന്നത് ടീച്ചർക്കൊരു ശല്യാവോ? ഏയ്, ശരിയായ ശല്യം ഞാനാ. ഞാനില്ലാത്ത തക്കം നോക്കിയാ ഈ പ്രാക്ടീസ്. എന്നാലും മുഖം കറപ്പിക്കില്ല കേട്ടോ. എന്നോട് അത്രക്ക് ഇഷ്ടാ ടീച്ചർക്ക്. ടീച്ചർക്ക് ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് ടീച്ചർ പണ്ട് എനിക്ക് മുടി ക്രോപ്പ് ചെയ്തെന്ന സാക്ഷാൽ ബാർബർ. എന്താ കുട്ടി ഇത്? ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളിയാക്ക? അതിന് പവിക്കുന്നല്ല തൊലിക്കട്ടിയ ടീച്ചർ. അഞ്ജു, വേണ്ട. വരൂ, ഇരിക്കും. ഈ പെണ്ണ് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? ഏയ്, ഇതാ ടീച്ചറുടെ ഒരു കുഴപ്പം. ആവശ്യമില്ലാതെ കൺസേൺ ഉണ്ടാവും. ഞാൻ സ്റ്റേറ്റ്സിൽ പോയപ്പോ ഓരോ ആഴ്ചയിലും ടീച്ചർ എനിക്ക് എഴുതും. അതിലെ വിശേഷം എന്താണെന്നറിയോ പവിക്ക്? നീ ഇപ്പോഴും നീലിഭൃങ്ങ തേക്കാറുണ്ടോ? മുടി വളരാന് നല്ലതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇരുവശവും ശ്രദ്ധിക്കണം. നീ സമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ? എന്ന് വെച്ചാ എനിക്കിപ്പോഴും 5 വയസ്സാന്ന ടീച്ചറുടെ വിചാരം. അഞ്ജു, എനിക്കിപ്പോ അഞ്ജനയോട് അസൂയ. എന്തേ? അഞ്ജനയ്ക്ക് 2 അമ്മമാരല്ലേ കിട്ടിയിരിക്കുന്നത്. എന്നാ ഈ അമ്മയെ പവിയങ്ങെടുത്തോ. എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ? അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് കേറിയെന്നുള്ളൂ. ഇപ്പൊ കടയിൽ നല്ല ബിസിനസ് ഉള്ള നേരാ. പിന്നീട് ഒരിക്കൽ വരാം. അപ്പൊ കാപ്പിയിൽ ഒതുക്കണ്ട. ടീച്ചറിന്റെ ഒക്കെ പാട്ടിന്റെ ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ. അത് ഞാൻ ഏറ്റു. പവിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി തന്റെ ഭാവി ഹസ്ബൻഡ് ആയിരിക്കുന്നല്ലേ. ഏത് നേരവും സ്വപ്നം കൊണ്ട് ഉറങ്ങല മാഡത്തിന്റെ പുതിയ ഹോബി. സൂക്ഷിച്ച്. ഓ, കുത്തല്ലേ? ഇല്ല. അമ്മോ, നിനക്ക് വലിയ ബുദ്ധിമുട്ടായില്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്റെ ജീവിതത്തില് ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. അതല്ലടാ, ഇതൊക്കെ ശരിക്കും ഭാര്യമാര് ചെയ്യേണ്ട കാര്യങ്ങളാ. അതിന് നമുക്ക് 2 പേർക്കും ഭാര്യമാരില്ലല്ലോ. നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ആ രാമകൃഷ്ണന്റെ ഭാര്യ ഒന്ന് വാടകയ്ക്ക് എടുത്താലോ? കുറച്ച് ദിവസത്തേക്ക്. എന്നാലേ മിണ്ടാതെ അവിടെ കിടന്നോ. തൽക്കാലം അച്ഛന്റെ ഭാര്യ ഞാനാ. പിന്നെ എന്നെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കശ്മല. വാ വാ മക്കളെ. അച്ഛനിപ്പോ എങ്ങനെയുണ്ടച്ചാ? നല്ല ആശ്വാസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മെനക്കണണ്ട. ഗിരിജ കാലത്ത് എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി. എന്നാ അകത്തേക്ക് വെച്ചേക്കെ. വെളുപ്പിനെ എണീറ്റ് അതെല്ലാം ഉണ്ടാക്കിയ ഡാഡിയാ. അത് നിങ്ങളുടെ ഡാഡി പ്രത്യേകം എടുത്ത് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനിന്ന് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ ബ്യൂറോ അടച്ചിട്ട്. വേണ്ട വേണ്ട വേണ്ട, നീ വെളുപ്പിനെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ വലിയ കാര്യം. ബ്യൂറോ ഒന്നും അടച്ചിട്ടുണ്ട. ചെല്ല്, സ്കൂൾ ലേറ്റ് ആവും. വാ. എന്നാലും അച്ഛൻ ഇടിച്ചിട്ട് വണ്ടിക്കാരന്റെ ഒരു വിവരം കിട്ടിയില്ലല്ലോ. അവനെ കൈ കിട്ടിയിട്ട് വേണം ചവിട്ടി നട്ടലൊടിക്കാൻ. നീ എന്തിനാ വെറുതെ അയാളെ കുറ്റം പറയുന്നത്? റോഡ് ക്രോസ് ചെയ്യുമ്പോ ദിവാസ്വപ്നം കണ്ട ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ദിവാസ്വപ്നം? സ്വപ്നം കാണാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? ഡാ, നിങ്ങളെന്നെ കാറിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അഞ്ജന കേറി ഫ്രണ്ട് സീറ്റ് നിന്റെ അടുത്ത് വന്നിരുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പോകുന്ന കണ്ടപ്പോ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഏതൊരച്ഛനും കാണാൻ കൊതിക്കുന്ന ഒരു സ്വപ്നം. ഒന്നുമില്ലെന്നേ, കാലിന്റെ കുഴയൊന്ന് തിരിഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും എന്നെ ആരും ഒന്നും അറിയിച്ചില്ലല്ലോ. കടയെ വിളിച്ചപ്പോ പവിയില്ല.
മൊബൈലാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. വീട്ടിൽ വിളിച്ചപ്പോ ആരും ഫോൺ എടുക്കുന്നുമില്ല. ഇന്നിപ്പോ ഞാൻ കടയിൽ ചെന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോഴാ വിവരം അറിഞ്ഞത്. ആ അഞ്ജന, ഞാൻ അപ്പോഴത്തെ വിഷമത്തില്. ശരിയാ, വിഷമത്തിനിടയിൽ വേണ്ടപ്പെട്ടവരല്ലേ ഓർക്കൂ. അച്ഛാ, ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ തന്നെ നിക്കാൻ പോവാ. അച്ഛന്റെ മോൻ എതിർപ്പോലോണ്ടോന്ന് ചോദിക്ക്. അവനെന്തോ എതിർപ്പ്? എന്നാ കടയിൽ പോവാൻ പറ, ഞാൻ നോക്കോളാം അച്ഛന്റെ കാര്യം. ആ അല്ല അഞ്ജന, അച്ഛന്റെ ആവശ്യങ്ങള്. അച്ഛന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഞാൻ ചെയ്തോളാം. ആ അതല്ല. എന്താ പവി നോക്കും പോലെ ഞാൻ അച്ഛനെ നോക്കില്ലെന്ന് കരുതിയിട്ടാ? എന്നാ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഞാൻ നീ ഇങ്ങോട്ട് വരികയില്ല. ആ, എടാ അഞ്ചു. എന്നാ വേഗം കുളിച്ചൊരിയും കടയിൽ ചെല്ല്. പവി ഇല്ലാത്തതിന്റെ അവിടെ അറിയാനുണ്ട്. ആ എന്നാ നീ പൊക്കോ, ഇനി ഭാര്യയുടെ ആവശ്യമില്ല. എന്റെ മോള് വന്നു. ആ, ഒരച്ഛനും മോളും. ആ, ആദ്യത്തെ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛൻ എന്താ വേണ്ടേ? ആ, ഒലക്ക പുഴുങ്ങിയതും കാടിവെള്ളവും അതാ രാവിലെ കൊടുക്കാറ്. പോടാ. അച്ഛൻ പറ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. മോളൊന്നും ഉണ്ടാക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബിബിൻ ഉണ്ടാക്കി അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. കഴിച്ചില്ലല്ലോ, അപ്പൊ ഞാൻ സെർവ് ചെയ്യാം. അച്ഛാ, അച്ഛനെന്താ പട്ടാപ്പകലിൽ നിന്ന് സ്വപ്നം കാണുന്നത്? ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നു. വീട്ടിലെ ആള് വന്ന് കയറിയിട്ട് അറിയുന്നേയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. ഞാന് ശരിക്കും ഒരു സ്വപ്നം കാണുമായിരുന്നു. അതെന്ത് സ്വപ്ന? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. ആ ആ. ആ അച്ഛാ, ഇത് ജ്യോതി, ഓ കസിൻ. ഓ ധാരാളം കേട്ടിട്ടുണ്ട്. കൊടുക്ക്. എന്താ ഇത്? 18-ാം തീയതി എന്റെ കല്യാണ. ഓ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. തറവാട്ടി വെച്ചിട്ടാ. ആ. അച്ഛനും പവിയും തലേദിവസം തന്നെ ഓ വരണം. ഓ ആ ഇപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട അച്ഛാ, ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ. താഴെ ഓട്ടോ വെയിറ്റ് ചെയ്യാ. അത് ശരി. മെന്നെ ആ ദേ പുതിയ കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? ആ ആ ആ, കാണോ? ഞാൻ പിന്നെ വരാം. അല്ല, ഒന്നൊന്നേ, അങ്കിളിനെയും കൂടി കാണാനാ ഞങ്ങള് വന്നത്. എന്താ വിശേഷം? ഇവളുടെ കല്യാണ. കൊടുക്ക്. ആ അച്ഛന്റെയും പവിയുടെയും കൂടെ അങ്കിളും കല്യാണത്തിന് വരണം. ആ, അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അച്ഛാ, എന്നാ ഞങ്ങൾ ശരി ഇറങ്ങട്ടെ. ശരി ശരി മോളെ. അങ്കിളിനെ പ്രതീക്ഷിക്കണ്ട. അതെന്താ? ഞാൻ ഈടെയായിട്ട് കല്യാണം കൂടാൻ അങ്ങനെ പോവാറില്ല. താലികെട്ടെന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതന്നെ. ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ മൂത്ത് അരച്ച ചാവ് തന്നെയുള്ളൂ പണ്ടാറടങ്ങാൻ. നാരായണ, താനാ അഞ്ജനെ ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അതല്ലടോ, ഞാൻ ഈയിടെ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ അഞ്ജനയും പവിയുമാ. അവര് നല്ല ചേർച്ചയല്ലേ? അതിന് താ സ്വപ്നം കണ്ടാ മതിയോ? അവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയണ്ടേ? അപ്പോ ഞാൻ പവിയോടൊന്ന് സംസാരിക്കല്ലേ? സംസാരിക്കേണ്ടത് പവിയോടല്ല. താൻ ഒരു കുറ്റിച്ചൂല് കാണിച്ച് കെട്ടടാന്ന് പറഞ്ഞാൽ തന്റെ മോൻ കെട്ടും. അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ആ കുട്ടിയുടെ മനസ്സാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ ഇതുവരെ കണ്ട എല്ലാ കുട്ടികളെയും എനിക്ക് ഇഷ്ടായി. പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടല്ല. ആദ്യം ആ കുട്ടിയോട് സംസാരിക്കുക, എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ താൻ നടത്തിക്കോ. അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കില്ലോ.